ഹലോ ഗൈസ്, ഓല സർവീസ് സെൻറ്ററിൽ എത്തിച്ച് അവർ പറഞ്ഞത് 47,000 റുപ്പീസാണ് റെഡിയാക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കേണ്ടവർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൽ എന്തെന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. നമുക്കിത് എടുക്കുമ്പോൾ ഒന്നും ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല. മാക്സിമം ഒരു സെയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞ് വണ്ടി നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ ഇനി എടുക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ അടുത്ത് ചോദിച്ചറിയാം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചറിയാം. എന്താണെങ്കിലും നമ്മളിപ്പോൾ സർവീസിന് കൊണ്ടുപോകുമ്പോഴല്ല അവർ പറയുന്നത് അതുണ്ട് ഇതുണ്ട് പല കാര്യങ്ങളും പറയും. അവർ പറയുന്നത് ഇതൊക്കെ വണ്ടി എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് പറയും. എന്തായാലും ഞാൻ വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ ഫറോക്ക് പോയിട്ടാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ കമ്പനീൻ്റെ ആൾക്കാരില്ല, ഈ ഫിനാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ എടുത്തത് LNT, അതായത് ഓല ഷോറൂമിൽ LNT ഫിനാൻസ് ചെയ്യുന്ന ഒരു മാഡാണ് എനിക്ക് വണ്ടി ബുക്ക് ചെയ്തതെന്ന്. അവരാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഓലേൻ്റെ കമ്പനീൻ്റെ ആൾക്കാരില്ലേനോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കമ്പനീൻ്റെ ആൾക്കാരില്ല, ഇവിടെ ഫിനാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് സെയിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ത്രൂ ആണ് ബുക്ക് ചെയ്ത്. എന്നിട്ട് വണ്ടി എടുത്തത് നമ്മൾ കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അടുത്താണ് ഞാൻ വണ്ടി പോയി എടുത്തത്. ഡെലിവറി എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പം ഞാൻ വണ്ടി സർവീസിന് കൊണ്ടുപോയപ്പോഴാണ് അവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. മിനിമം 47,000 റുപ്പീസ് എങ്കിലും നന്നാക്കാൻ വേണമെന്നാണ് അവർ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗൂഡ്സ് ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോയി അവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വണ്ടി ഗൂഡ്സ് ഓട്ടോറിക്ഷ ഞാൻ വിളിച്ച് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോയി അവിടെ എത്തിച്ച്. അപ്പോഴാണ് അവർ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ ഓരോ ഫോണിൽ എന്തൊക്കെ ചെക്ക് ചെയ്ത് ഇവർ കുറേ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ പറയും. അതൊന്നും നമ്മൾ ഈ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ വണ്ടി എത്തിച്ചതിൻ്റെ ശേഷമാണ് അവർ വണ്ടി നമ്പർ അടിച്ച് ചെക്ക് ചെയ്തിട്ട് പറയുന്നത് എന്താണെങ്കിൽ ബാറ്ററി ഡീപ്പായി എന്ന് പറഞ്ഞു. എന്താണ് സംഭവം ഡീപ്പായി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു വണ്ടീൻ്റെ ബാറ്ററി ഡെത്തായി, അത് ഇത്ര അവർ പലത് പറഞ്ഞു 60%, 50%, 40%ൻ്റെ കീഴിൽ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ടാണ് ഇത്ര ദിവസം ഇന്ന തീയതിയിൽ അത് വണ്ടി ലാസ്റ്റ് ഡീപ്പായതാണ്, അതിൻ്റെ മുന്നേ എത്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വാറണ്ടി. അപ്പോൾ പറഞ്ഞ അവർക്ക് വാറണ്ടി കാര്യങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ വാറണ്ടി കിട്ടില്ല, അത് വണ്ടി ഡീപ്പായത് ബാറ്ററി ഡീപ്പായതുകൊണ്ട് ഇനി കമ്പനി എന്താ പറയുക വാറണ്ടി പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ബാറ്ററി മാറ്റേണ്ടി വരും, ബാറ്ററി മാറ്റണമെങ്കിൽ 47,000 റുപ്യ തരേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങളെങ്ങനെ അറിയാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ, ഇതിപ്പോൾ അറിയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എന്നാൽ ഞാൻ ആദ്യം വന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞുകൂടായിരുന്നല്ലേക്കാണ് പറഞ്ഞപ്പോൾ. അപ്പോൾ അവർക്ക് അതിനൊന്നും മറുപടി ഇല്ല. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംഭവം ഉള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം സ്ലോട്ട് കിട്ടില്ലാന്ന് പോയ സമയത്ത് തന്നെ അവർക്ക് വണ്ടി നമ്പർ എന്താണെന്ന് നോക്കിയിട്ട് ഓർക്കത് ഞാൻ പറഞ്ഞു വണ്ടി ഫുള്ള് ഡെത്തായതാണ്, ഡിസ്പ്ലേ ഒന്നും വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർക്കത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞൂടെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിലിപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഓല വണ്ടി എടുത്തിട്ടുണ്ടാവും, അവർക്ക് ഈ കാര്യം അറിയണം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അവർ പറയുന്നില്ല. അവർ പറയും വണ്ടി നിങ്ങൾ ഇത്ര ശതമാനത്തിൻ്റെ കീഴിൽ ചാർജ് പോകാതെ അതിൻ്റെ മുന്നേ ചാർജ് ചെയ്യാനെന്ന് പറയും. അതേപോലെ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്നിട്ട് വണ്ടി യൂസ് ചെയ്യുന്നത് നല്ലതെന്നൊക്കെ പറയും. അല്ലാതെ വണ്ടി എന്തെങ്കിലും ഓഫായി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡെത്ത് ആവുന്ന ഒരു സംഭവമുണ്ട്, ബാറ്ററി ഡീപ്പ് ആവുന്ന ഒരു സംഭവമുണ്ട്, അത് ഇത്ര ദിവസം കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് കാണുന്ന ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ സർവീസിൻ്റെ പീരിയാഡിക് സർവീസ് ഉണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ പീരിയാഡിക് സർവീസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി, അതായത് ഇതേപോലെ കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നതുകൊണ്ട് അവരിപ്പോൾ പീരിയാഡിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇത് നമ്മൾ കൂടുതൽ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും അവരും പണിക്കാരാണ്, അവിടെ വർക്ക് ചെയ്യേണ്ടവരാണ്. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇത് കമ്പനിയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മൾ വേറെ എന്ത് പറയാനാ. പിന്നെ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചു അവരുടെ അടുത്ത്. അവർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബാറ്ററി മാറ്റണം, ബാറ്ററി മാറ്റണമെങ്കിൽ 47,000 റുപ്യ നിങ്ങൾ
മുടക്കണം. അതല്ലെങ്കിൽ പുറത്ത് ഇതേപോലെ വർക്ക്ഷോപ്പുകളുണ്ടാവും, അതായത് ഇലക്ട്രിക് വണ്ടികൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പരപ്പനങ്ങാടി ഒന്നുണ്ട്, പിന്നെ തിരൂർ ഒന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ്. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ചിലപ്പോൾ അവർ ഇത് ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഏകദേശം ഒരു 10 റുപ്യേൻ്റെ അടുത്ത് വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് നിങ്ങൾ നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറയുന്നതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വാറൻറ്റി ഒക്കെ ഉള്ളതല്ല, 3 ഇയേഴ്സ് ഉള്ളതല്ല. കാരണം 1 ഇയർ വണ്ടി എടുത്തിട്ട് 1 വർഷം കൂടി ആയിട്ടില്ല. എന്നാലും 1 ഇയറെങ്കിലും 1 ഇയറിൻ്റെ ഉള്ളിലല്ല ആയിട്ടുള്ളൂ. 3 ഇയേഴ്സ് മാക്സിമം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് അതിൻ്റെ ഉള്ളിലല്ല വരുന്നത്. അപ്പോൾ റെഡിയാക്കി തന്നുകൂടെ. ഇപ്പോൾ ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഇവർക്ക് വണ്ടി അത് ഇതേപോലെ ബൂസ്റ്റ് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ട് വണ്ടി റെഡിയാക്കി തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല, കമ്പനീൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ബാറ്ററി ഇതിന് ഇല്ല ബോംബെ അവർ കമ്പനീൻ്റെ ഭാഗത്തുള്ളത് ബാറ്ററി മാറ്റണമെന്നാണ് പറഞ്ഞത്. അതിന് വാറൻറ്റി കിട്ടില്ല, നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇറക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ അവരോട് പറഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിലേ ആവാൻ കാരണം സ്ലോട്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നം, സർവീസിന് ബുക്ക് ചെയ്തിട്ട് സ്ലോട്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നം, ഇനി കിട്ടിയ സ്ലോട്ടിലാണെങ്കിലും നിങ്ങൾ വന്ന് വണ്ടി എടുക്കാത്തതിൻ്റെ പ്രശ്നം, ഇതൊക്കെ കൊണ്ടല്ല ഡിലേ ആയത്. അതിനിപ്പോൾ ഞാൻ എന്താ കാട്ടാന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അവർക്ക് അറിയില്ല. അത് വണ്ടി വന്ന് എടുക്കുന്ന ടീംസ് വേറെ കമ്പനീൻ്റെ ആൾക്കാരാണ്, അവർ വന്ന് ഡിലേ ആക്കിയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ്. കമ്പനീൻ്റെ ഭാഗത്തുള്ള റെസ്പോൺസാണ് കേട്ടോ അത്. അവർ ഏൽപ്പിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഏൽപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇവർക്ക് ചെയ്തപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഇങ്ങനെ ഡിലേ ആവണമെങ്കിൽ ഇവർ എന്തിനാ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? ഇങ്ങനത്തെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അത് ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് അത് ഇവർ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. നമ്മൾ ബുക്ക് ചെയ്ത് സ്ലോട്ട് കിട്ടിയിട്ടും അവർ വന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടില്ല. അത് ഇങ്ങനെ ഈ സ്ലോട്ട് കിട്ടാൻ ഒന്നാമത്തെ ഡിലേ ആയി 1 മാസമായി. കിട്ടിയ സ്ലോട്ട് വന്ന് ഒരു എടുക്കാതെ നിന്നിട്ട് 1 മാസമായി. ഞാൻ സ്ലോട്ട് കിട്ടിയിട്ട് ഞാൻ വരാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കൂടി ഒരാഴ്ച വെയിറ്റ് ചെയ്തോളിന്ന് പറഞ്ഞ് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച നിന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവുമെന്ന് വിചാരിച്ച്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി കേട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചു കൊടുത്തേനെ. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞത് പറ്റൂലെന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് 47,000 രൂപ ഇവിടെ നിന്ന് മുടക്കാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും നന്നാക്കണമെങ്കിൽ ഞാനിപ്പോൾ അവരോട് ഫ്രണ്ട്ലിയാണ്, അവിടെ പണിക്കാർ ഫ്രണ്ട്ലിയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും കേസ് കൊടുത്ത സംഭവം നടക്കുമെന്ന് ചോദിച്ചു. അത് കൺസ്യൂമർ കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുത്താലോ നടക്കുമെന്ന് ചോദിച്ചു. അവർ നിങ്ങൾ കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് കുറേ വണ്ടികൾ ഇതേപോലെ ഈ പ്രശ്നം തന്നെ ആയിട്ട് വണ്ടികൾ കുറേ എണ്ണം കിടക്കുന്നുണ്ട്. ഇപ്പോൾ 3-4 മാസമായി ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നിങ്ങൾക്ക് അത്ര ദിവസം പിടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ, എത്ര ദിവസം പിടിക്കുമെന്ന് അറിയില്ല, പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോളിന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഇവരിങ്ങനെ ഓരോരോ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ തെളിയിക്കാൻ എന്താ നമുക്ക് ഒരു ഇതില്ല. ഇത് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ പോവുകയാണെങ്കിലും അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ചെയ്യാനുള്ള വകുപ്പുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ കേസുകൾ അവിടെ ബെൻഡിങ്ങിലാണ്. വണ്ടികളൊക്കെ അവിടെ കുന്നുകൂട്ടി കിടക്കുകയാണ്. ഉള്ളിൽ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് ഈ കംപ്ലൈൻ്റ് ആയിട്ട്, ബാറ്ററി ഡെത്തായിട്ട്. പിന്നെ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോയെന്ന് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് സജസ്റ്റ് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇതേപോലെ വണ്ടി പുറത്ത് കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ എന്തായാലും വണ്ടി അവിടെ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഉള്ളത്, സർവീസ് സെൻറ്ററിലാണ് ഉള്ളത്. ഞാനിപ്പോൾ ബാക്കി 1-2 ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഞാനിപ്പോൾ ഫർദറായിട്ട് എന്താ പ്രൊസീജിയർ, ഒന്നില്ലെങ്കിൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോവാം. അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിക്ക് പുറത്തുനിന്ന് നന്നാക്കാൻ പറ്റുമോ, ആ ഒരു 2 സ്കോപ്പുള്ളൂ ഇതിൽ. ഒന്നല്ലെങ്കിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നന്നാക്കാം. കേസ് കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ 3-4 മാസം ആയിട്ട് റെഡി ആയിട്ടില്ല അവിടെയുള്ള കേസുകളൊന്നും. ഇനി എത്ര സമയം പിടിക്കുമെന്ന് അറിയില്ല, അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിനെക്കുറിച്ചുള്ള ഈ വണ്ടീനെ കുറിച്ചുള്ള ഇനി നന്നാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആ വണ്ടി കേടുവന്ന് പോവോ, എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും മാക്സിമം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അടുത്തടുത്ത് വീഡിയോ ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാം കേട്ടോ.